ഗൈസ് പുതിയൊരു മുഖല്ലേ വ്ളോഗ് ഇങ്ങനെയല്ലല്ലോ സാധാരണ തുടങ്ങല്. ഇത് ഞാനും ഉണ്ട്, കാർത്തിക്കും ഉണ്ട്. ഏട്ടൻ എന്തായാലും നാട്ടിൽ നിന്ന് പോയി, ഏട്ടൻ മിഞ്ഞാന്ന് പോയി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനി മുതൽ നീ വ്ളോഗ് എടുക്ക്, 1 മാസം കൂടി ഞാനുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ വ്ളോഗ് എടുക്ക്, പറ്റുന്ന പോലെ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇനി ഞാൻ വ്ളോഗ് എടുക്കാം. ഏത് എൻ്റെ വ്ളോഗിങ് ആണല്ലോ നിങ്ങൾക്ക് ഇഷ്ടം. ഏട്ടൻ പോയിട്ട് നല്ലൊരു കാര്യം എന്താ വെച്ചാൽ ഫോർച്യൂണർ നമുക്ക് കിട്ടി. അങ്ങനെ എപ്പോൾ ഒന്നും എടുക്കില്ല ഗൈസ്, എണ്ണ അടിക്കാൻ പൈസ വേണ്ടേ. ബാ വണ്ടി കയറി. ഇന്നലെ അരങ്ങത്ത് ഒരു ഉത്സവം ഉണ്ടായിനി, അപ്പം അതിന് നമ്മൾ പോയി. ഇന്നിപ്പം അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ വീട്ടിലോട്ട് പോകണം. ഞാനും ഇവരും മാത്രമേ ഇവിടെ ഉണ്ടായത്. ഓക്കെ, അപ്പം നമുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് മെല്ലെ കഴിക്കാം. എൻ്റെ വ്ളോഗിങ് എങ്ങനെയുണ്ട് പറയണേ ഗൈസ്. പിന്നെ ഇൻസ്റ്റാഗ്രാമെല്ലാം ഫോളോ ചെയ്യാൻ പറയണ്ടല്ലോ, ഫോളോ ആക്കി. മണിക്കുട്ടി നീ എൻ്റെ മനസ്സിനുള്ളിൽ. അയ്യോ പാടി മതിയാ. ശരിയാവില്ല, തുടക്കത്തിൽ തന്നെ പാടി ഇപ്പോഴേ പോകും ആൾക്കാർ. നമ്മ സ്കൂളിലേക്ക് പോയത്. ഇത് സംഭവം എന്ന് വെച്ചാൽ കസിൻ്റെ ബാഗ് ഇതിൽ വെച്ചു. ഇന്നടാ ഇന്ന് ഓക്ക് ക്ലാസ് ഉണ്ടായിനി, കൊടുക്കാൻ മറന്നുപോയി. ബാഗും പുസ്തകമൊന്നും ഇല്ലാണ്ട് കരഞ്ഞോണ്ട് പോയി സ്കൂളിലേക്ക്. എന്തൊരു മനസ്സാണ് അതിൻ്റെ. അപ്പം നമ്മൾ വന്നിരിക്കുന്ന വീട് നിങ്ങൾക്ക് അറിയായിരിക്കും, കുട്ടനും നന്ദുവിൻ്റെ വീട്. സൂക്കാൻ പറ്റൂലേ? ഇവിടെ എത്തി. 2 കുഴപ്പങ്ങളുണ്ട്. ഫോർച്യൂണർ എടുക്കാൻ ഒന്ന് എണ്ണ, പിന്നെ ഏട്ടൻ ടയർ മാക്സിമം തേച്ച് വെച്ചിട്ടാണ് പോയിന്. അപ്പം ഞാൻ എടുക്കൂലല്ലോ, എനക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടായില്ലേ ഗൈസ്. ഓ ക്യാമറ വെയിറ്റ് ചെയ്തിട്ട് നല്ല കഴിച്ചത്. കടലക്കറി, ദോശ, വെള്ളം, ചമ്മന്തി, കുട്ടൻ. Cup of tea. Come on, man. Hi. Hi. Yeah. Full കഴിച്ചു. How is the food? പൊളി. ഇവൻ 5 സെക്കൻഡിൽ എത്തുന്നു. പിന്നെ ചായ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് കാണാം. ഫുഡെല്ലാം കഴിച്ചു ഗൈസ്. ഇനിയിപ്പം അമ്മമ്മേനെ അമ്പലത്തിൽ കൊണ്ടാക്കണം. അമ്മമ്മ എന്നാ പറയാനല്ലേ പ്രേക്ഷകരോട്? കുട്ടി എന്തെങ്കിലും പറയണ്ട? പിന്നെ ഇൻസ്റ്റ ഫോളോ ആക്കാനായിട്ട് പറയണ്ട? 3 ഇൻസ്റ്റയിലും അക്കൗണ്ടുണ്ട് എൻ്റെ ജേഴ്സി വിട്ടിട്ട്. അമ്മമ്മ ചെറിയ പിള്ളേരോട്, കാണുന്ന പിള്ളേരോട് എന്നാ പറയാനല്ലേ? പഠിക്കണം. ഓ ഇനി നമ്മളെ ആനയിൽ അമ്മമ്മേനെ കൊണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് എന്നാ പരിപാടി? തിരിച്ചു വരും. എരമത്ത് പോവും, അമ്മേനെ കൂട്ടും. കുറച്ചൊരു ഇതുണ്ട്, നമ്മൾ അന്നേരം കാണിച്ചു തരാം. ഓക്കെ, ഈ വ്ളോഗ് പ്ലാൻ ഇടാണ്ട് എടുക്കുന്ന വ്ളോഗാണ്. അപ്പം എന്തെല്ലോ എവിടെയെല്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പം കാണാം. അമ്മമ്മകളെ കൊണ്ടാക്കി ഇനി നമുക്ക് നന്ദൂനെ കൂട്ടണം, അമ്മേനെ കൂട്ടാൻ പോകണം. എന്ന് പിടിച്ചോളാം. ഇടുന്നിട്ട് ഇരിക്കലാണ് കുറച്ചൊരു ഇതാണ്. ഓക്കെ ചലോ. നോട്ടം നോക്കുന്നു. ചെറിയ റോഡാണ്, ഇതിലെ കൂടെ ഒരു വണ്ടി വന്നാൽ തീർക്കും. നന്ദു റെഡി. നന്ദു സോഷ്യൽ. നന്ദു ഇൻവേർട്ടറാന്ന് തോന്നല്ല. ഗൈസ് നന്ദുനെ പിക്ക് ചെയ്തു. ഇനി അമ്മേനെ കൂട്ടാൻ പോണം. മേനെ ബായ്. ഒന്ന് എണ്ണ അടിക്കണം വണ്ടിക്ക്. അമ്മേനെ കൂട്ടിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഒന്നും പ്ലാനില്ല. ഇന്നത്തെ ദിവസം നമുക്ക് നോക്കി ചെയ്യാം. അല്ല കാർത്തിക? പോകുന്ന വഴിക്കുള്ളൊരു സ്പോട്ട്. ഈ സ്പോട്ട് നമ്മൾ അന്ന് വ്ളോഗിൽ കാണിച്ചിട്ടല്ലേ? മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ. അന്ന് ഒരു നാരങ്ങ വെള്ളം കുടിക്കാല്ലേ? നാരങ്ങ വെള്ളമല്ല, മോര് വെള്ളം കുടിക്കാം ഗൈസ്. പിന്നെ വേറെ എന്തെല്ലാം നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടന്റാണ് കണ്ടത് നാട്ടിൽ എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പം ഞാനാ ചെയ്യുന്നത്. അപ്പം ചാലഞ്ചസ് അങ്ങനത്തെ എല്ലാം ചെയ്യാവാണ്. ഒന്ന് പിടിച്ചോളൂ. അപ്പം ചാലഞ്ചസും അങ്ങനത്തെ എല്ലാം ചെയ്യാവാണെങ്കിൽ ഏട്ടനാകുമ്പം ഏട്ടന് നല്ല പ്രായമായില്ലേ, അന്നേരം ഏട്ടന് ചാലഞ്ചസും അങ്ങനെ ഒന്നും ചെയ്ത് നടക്കാനൊരു ഇതല്ലല്ലോ. അത് നമുക്ക് ചാലഞ്ചസ് ചെയ്യാം അല്ലേ നന്ദു? ഫുഡ് ചാലഞ്ച് ചെയ്യാം. ഇങ്ങനെ മന്തിയെല്ലാം ഫുള്ള് ഒരാൾ തിന്നു. അപ്പോൾ നിങ്ങൾ നല്ല ചലഞ്ചസും പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ താഴെ പറ. പിന്നെ ഒരു കാർ ഷോ വരുന്നുണ്ട്, അപ്പോൾ അത് സെറ്റാക്കാം. നമുക്ക് പ്രാങ്കും പരിപാടിയൊന്നും ഇപ്പോൾ ചെയ്യലില്ല, പക്ഷെ വേണമെങ്കിൽ പറഞ്ഞോ, നമുക്ക് നോക്കി ചെയ്യാം. അത് നിന്റെ അനിയത്തിനെല്ലാം പ്രാങ്ക് ആക്കാം. അത് ഒട്ടും പ്രതീക്ഷിക്കില്ലല്ലോ. ഇവരെല്ലാം പ്രാങ്ക് ആക്കിയാൽ ഇവർക്ക് കുറച്ചെങ്കിലും ക്ലൂ കിട്ടും. പക്ഷേ ഇവരുടെ അനിയത്തി അടുത്തൊരു ടീംസൊന്നും അങ്ങനെ പ്രാങ്ക് ആക്കിയാൽ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ നോക്കി പറ. ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. എന്നിട്ട്
മാങ്ങില്ല 4 മോരും വെള്ളം. ഇത് കൃത്യമായിട്ട് സ്ഥലം വരുന്നു. മാധവമംഗലം മണിയറ ചെയ്ത് തെറ്റാണ്. അല്ലേ? ഇപ്പുറത്തെ പീടിന് മുമ്പിലേ നമ്മൾ നടന്നിട്ട് ഇപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കി. ഒരിക്കലും തെറ്റല്ല. ഇവിടെ നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. നമ്മളിപ്പം വന്നേ പിന്നെ എത്ര വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും അമ്മമ്മേ? കുറേ വട്ടം വന്നിട്ടേ. അതാണ് ഞാൻ ഒരു 10 വട്ടെങ്കിലും വന്നിട്ടുണ്ടാവും. ആ ബന്ധം അതാണ്. നല്ല മോരും വെള്ളം ഉണ്ട്. വേറെ എന്തെല്ലാം ഇല്ല ഇടാ പറഞ്ഞിടത്തെ ആൾക്കാർ പ്രേക്ഷകർ ഈ വീഡിയോയിലെ കണ്ടു വരും. പായസമുണ്ട്, പാലട പലവൻ എടാ നിൽക്കുന്ന ഓക്കെ അത് മതി. കുഴപ്പമില്ല. നല്ല പായസം ചൂട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ വെച്ച്. നല്ല കൈതച്ചക്ക ഉപ്പിലിട്ടത്, അച്ചാറുണ്ട്, പിന്നെ ഇവിടെ നെല്ലിക്കുണ്ട്, എള്ളുണ്ട ഉണ്ട്. ഇത് നിങ്ങളുടെ നാട്ടിൽ എള്ളുണ്ടെന്ന് തന്നെ പറയല്ലേ? എല്ലായിടത്തും അങ്ങനെ അല്ല ആയിരിക്കുമോ? മോരും വെള്ളം. നന്ദു ഇവിടെ ഇതുവരെ വന്നിട്ടില്ല? ഫസ്റ്റ് ടൈമാ? ഇല്ല, ഇവിടെ കൂട്ടല്ല അങ്ങനെ. അവർക്ക് പഠിക്കാനല്ലടാ. പിന്നെ പ്രാങ്ക് ആക്കട്ടെ. നിനക്ക് പ്രാങ്ക് ആക്കാനാവോ? നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് പ്രാങ്ക് ആക്കാം. തൂക്കും കമന്റിലെല്ലാം. നല്ല മോരുമ്പള. നിങ്ങൾ മണിയറ വഴി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നിർത്തിയിട്ട് മോരുമ്പള്ളെല്ലാം കുടിച്ചിട്ട് പോവാം. രണ്ടും നോക്കാം. എന്നാ നീ നോക്കി കൊടുത്തോ. എന്നാ കുടിച്ചോ. കുറച്ചുകൂടി ഉപ്പിടുക. ഉപ്പ് നമുക്ക് മെയിനാണ്. എനക്കും കൂട്ടിന് ഷുഗറും BP കുറവ്. അത്ര ഇട്ടോ. എങ്ങനെ കുറവെന്നറിയില്ല. എപ്പോഴും അഞ്ചല്ലോ ഒരു ദിവസം 20 എന്നല്ല ഷുഗർ കുറവ്. ഷുഗർ അല്ല വേണ്ട. എങ്ങനെയുണ്ട്? ടോപ്പല്ല? കുടിച്ചോക്കെ. ഓൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ചോദിക്കാൻ വേണ്ടി. കൂടിക്ക് മിലിറ്ററി ആണേ. മതി. മൊത്തം തീർക്കും. അപ്പോഴത്തേക്ക് കൃത്യ ഉപ്പല്ലേ? കുടിച്ചോ? എങ്ങനെയുണ്ട്? നല്ല ഉപ്പിലിട്ട മാങ്ങ ഒരു 4 എടുത്തോ. ഇത് മാങ്ങ ഓറഞ്ച്. ഇത് കിടില മാങ്ങ. ഇത് കിടില മാങ്ങ. 1 കിലോ ഒരു 120 രൂപ. നമ്മള് വെള്ളം കച്ചവടം കൂടൂലേ? കണ്ടോ മണിയറ മസാല ഇടാൻ പറഞ്ഞ എല്ലാം എൻ്റെ കൈക്ക് മതി. ഇനി ഇപ്പൊ ചായ കുടിച്ചല്ലോ. ഇല്ല, നല്ല ഗ്രൗണ്ട് അല്ലേ കൂട്ടാ? ഇവിടെ 3 സ്ഥലം വെച്ചാൽ നൈസ് ആയിക്കൂലേ? നൈസ് ഗ്രൗണ്ട് ഗൈസ്. ഈ ഒരു വയലിൻ്റെ എല്ലാം സൈഡിലേക്ക് കൂടാ. പിന്നെ നമ്മളിപ്പം ഒരാൾക്ക് വിഷയായ വയറ് സീനായ ചായ മോരും വെള്ളം ഉപ്പിലിട്ട് വാങ്ങാം. പൊളിക്കും അത് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തെറിക്കലായി. ഇനി ശരിക്കും അമ്മേനെ കൂട്ടാൻ പോയെന്ന്. ഇനി ഞാൻ എപ്പോൾ ഇടുന്നതെന്ന് വ്ളോഗ് കണ്ടിന്യൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കാണാം, ഇടയ്ക്കുന്ന് കാണാം ഗൈസ്. ഞാൻ ആ ലാസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഇപ്പം ഒരു 3-4 ദിവസമായി. ഇതതിൻ്റെ ബാക്കി അല്ല കാർത്തിക്? ഇപ്രാവശ്യം വണ്ടിയിലൊന്നും അല്ല നമ്മൾ. വണ്ടിയെല്ലാം ഇവിടെ പൂട്ടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ യാത്ര ആയതുകൊണ്ട് അച്ഛൻ കുറച്ച് പണി തന്നിട്ടുണ്ട്. അതെല്ലാം ഇന്നത്തെ പരിപാടി. നിങ്ങൾ റിയാലിറ്റി കാണണ്ടേ ഗൈസ്? ഇത് മൊത്തം കാണണം. ഇത് അച്ഛനും കാണും. അച്ഛാ, അപ്പം ഇന്ന് നമ്മളെ ബിൽഡിങ് വൃത്തിയാക്കലാണ് പരിപാടി. ഇതാണ് നമ്മളെ ബിൽഡിങ്. ഇവിടെ നമ്മളെ വീടിൻ്റെ ബാക്കിലൊരു ഹോം സ്റ്റേ സെറ്റപ്പ് ആക്കിയതാണ്. ഇവിടെ 3 റൂം, AC റൂം, പിന്നെ ഒരു ചെറിയൊരു ഷട്ടർ, ഒരു എന്തെങ്കിലും സ്റ്റോറോ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അതിനുള്ളൊരു സെറ്റപ്പെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഈ 3 റൂമും വൃത്തിയാക്കലാണ് ഇന്ന് പരിപാടി. ചെടി വെച്ചു, ഇൻ്റർലോക്ക് ഇട്ടു, മുള വെച്ചു, ഇൻ്റർലോക്ക് ഇട്ടു. പിന്നെ ഓരോ റൂമും ഞാൻ കാണിച്ചു തരാം. ഒരു റൂമിൽ ഒരു ബെഡ്, AC, പിന്നെ ഒരു ചെറിയ റെസ്റ്റ് റൂമും അതിന് ഒരു കിച്ചൺ ടൈപ്പ് സെറ്റപ്പും ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇതൊരു വെറൈറ്റി വ്ളോഗാവേ, റീലാക്കടാ. ഇത് ബെഡ് ഫ്രെയിം, ഇത് ഏട്ടനാക്കിയതാട്ടാ. ഭയങ്കര പിന്നെ ഒരു റെസ്റ്റ് റൂം, പിന്നെ ഒരു ചെറിയൊരു സ്റ്റോറേജ് അടുക്കള ടൈപ്പ് സെറ്റപ്പ്,
പിന്നെ ഇവിടുത്തെ ബോക്സുകളെല്ലാം ഇവിടെ ഫാൻ ഫിറ്റ് ആക്കിയത്, AC ഫിറ്റ് ആക്കിയത്, അങ്ങനത്തെ എല്ലാം ബോക്സ് ആട്ടാ. പിന്നെ വീടെല്ലാം വൃത്തിയാക്കണം. ആ അത് സെറ്റ് ആവും, പൊളിക്കും. അത് നമുക്ക് നോക്കി ചെയ്യാം. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. പിന്നെ ഇങ്ങനത്തെ ഇനി വ്ളോഗ്സ് നിങ്ങൾക്ക് കാണണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നില്ലോ. ഇങ്ങനത്തെ വ്ളോഗ് നമുക്ക് കുറേ പണിയുണ്ട്, എന്നാലും എളുപ്പമല്ല കണ്ടന്റ് കിട്ടാൻ. ഗൈസ് ഞാൻ വരാം. നമ്മളെ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ബെഡും ഈ പിന്നെ ബോക്സ് എല്ലാം പുറത്തോട്ട് എടുത്ത് വെക്കണം. കണ്ടോ, 2-3 എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ഫ്ലോറെല്ലാം ക്ലീൻ ആക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോക്കി ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം ബെഡ് പുറത്തിറക്കാം. നമ്മളൊന്നും വരില്ല. ഇത് ഇവിടെ സൈഡ് വെച്ചാലോ? നമ്മൾ ബെഡ് പുറത്തോട്ട് ഇടുന്നില്ല. കാരണം എല്ലോണ്ടല്ല, ബെഡ് പുറത്തോട്ട് ഇട്ടാൽ ഇതിന് ഉള്ളിൽ കയറ്റണ്ടേ? വൃത്തിയാക്കിയിട്ട് ആദ്യം ചെലവ്. അതെ, ഇനിയിപ്പം ഇവിടെ തന്നെ വെച്ചാൽ നമുക്ക് നോക്കി ചെയ്യാമല്ലോ. നമുക്കിനിയിപ്പോൾ ബോക്സുകൾ പുറത്തോട്ടാക്കാം. ബോക്സ് നോക്കിയിട്ട് വെക്കാം അല്ലേ? അതും വെയിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ആക്കാം. ട്രൗസർ വേണ്ട, ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ഇവനെന്തിനോ കളിക്കുന്നു. ഇവൻ എന്നോട് പറഞ്ഞില്ല ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. തപ്പുന്നു. കൈ പോയി ഗൈസ്. പക്ഷെ കാർത്തിക് ഇത്രയും വലിയൊരു സൈക്കോന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. അവിടെ പല്ലിൻ്റെ മുട്ട ഉണ്ടായിനെ. പല്ലി മുട്ട ഇടുമല്ലോ, പല്ലികൾ വരുന്ന മുട്ട എന്നായിരുന്നല്ലോ. പല്ലി മുട്ടയിട്ടത് 4 എണ്ണം ഉണ്ടായിരുന്നു. 4 എണ്ണം ഇങ്ങനെ ഞൊട്ടി കൊന്നു. എന്തൊരു മനസ്സാണ് അതിൻ്റെ. നമ്മൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പം 2 അതിഥികൾ നമ്മളെ സഹായിക്കാൻ വന്നു. ഒന്ന് അമ്മമ്മ ഇവിടെ നിലത്തെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ അമ്മയുണ്ട്, ആരുടെ റെസ്റ്റ് റൂമെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ ഇതുവരെ ആരും നിന്നില്ല, പക്ഷെ പൊടിയും ഇതെല്ലാം തുറന്നു വിടുന്നതുകൊണ്ട് പൊടിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അമ്മയുണ്ട് വൃത്തിയാക്കുന്നത്. കുറേ നേരത്തെ പണി ഉണ്ടല്ലേ. സംഭവം ഞാൻ ഇന്നലെ രാത്രി കുറച്ച് വൈകിട്ടാണ് വീട്ടിലോട്ട് വന്നത്. അതിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട് തന്നെയാണ്. പാവല്ലേ. എന്നിട്ട് നമുക്ക് ജ്യൂസാക്കി തന്നു. ഇവിടെ വന്ന് സഹായിക്കുന്നുണ്ട്. ഇപ്പം ഇനി കുട്ടൻ വരും. കുട്ടനെയും കൂടി കൂട്ടി പണി കുറച്ച് കൊടുക്കാം. കാരണം നമ്മൾ വീടെടുത്താൽ മതിയില്ലേ. അങ്ങനെയാണ് ഗൈസ് മൂഡ്. എന്നിട്ട് വൈകുന്നേരം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് ഓണാക്കാം. പക്ഷെ ബസ് പോകേണ്ടി വരും. അത് വണ്ടിയിൽ തരും തോന്നുന്നില്ല. നോക്കി ചെയ്യാതെ. അതെ, പുതിയൊരു അതിഥീനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം 5 ആൾക്കാർ. കാർത്തിക, ഇനിയിപ്പോൾ നമുക്ക് വ്ളോഗ് എടുക്കാം. ഇവൻ പണിയെടുക്കും. അപ്പോൾ എന്തെല്ലോ എടുക്കാൻ തുടങ്ങി. നീ എന്നാണ് എപ്പോൾ ഇങ്ങനെ സ്കൂള് കട്ട് ചെയ്യുന്നത്? നോക്ക്, വയറുവേദന. ഇന്ന് വയറുവേദന, നാളെ എന്നാണ് വയറുവേദന. എന്തെല്ലോ ചെയ്യാൻ തുടങ്ങി. അവനെ പണി ഏൽപ്പിച്ചിട്ട് അവൻ പണിയാക്കിയത് നമുക്ക്. വേറെ എന്തെല്ലാം ഇല്ല പറയാൻ പ്രേക്ഷകരോട്? നമസ്കാരം. നമ്മൾ അന്നെടുത്ത വ്ളോഗിന്റെ ബാക്കിയത്. അന്ന് നമ്മൾ വയലിലെല്ലാം പോയിട്ടേ. മോരും വെള്ളം കുറച്ചേരം പണിയെടുക്കട്ടെ. വലിയ കുറേ നേരം വന്നിട്ട് വൃത്തിയാക്കുന്നു വിചാരിച്ചു. അപ്പോഴത്തേക്കും കൂട്ടം വീഡിയോ എടുക്കാൻ നൈസായി. ഇപ്പം ഞാനായി വൃത്തിയാക്കും. നിലമെല്ലാം ഇങ്ങനെയാണ്. ഇനി ഇങ്ങോട്ടാണ് പൊക്കട്ട് തന്നെ. വ്ളോഗ് മതി. ഒരുവിധം എല്ലാം ഞാൻ സ്വന്തമായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുവിധം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാം സഹായിച്ചിന് കുറച്ച്. അമ്മ ഇപ്പം എത്തിയതേലും. ഇനിയിപ്പോൾ നല്ലൊരു കഞ്ഞി കുടിക്കണം.
എവിടെയെങ്കിലും യാത്ര പോകണം. ഒരു യാത്രയും പോവില്ല. ആഹാ വീഡിയോ വീട്ടിലിരിക്കുന്നേ. പിന്നെ ഗൈസ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്. എൻ്റെ ഇൻസ്റ്റഗ്രാം 3.vz ഫോളോ ആക്കി. കാർത്തിക്കിൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ താഴെയിടാം, അതും നിങ്ങൾ വേണമെങ്കിൽ ഫോളോ ആക്കിയാൽ മതി. കുട്ടൻ്റെ ഇൻസ്റ്റഗ്രാം 4 അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പിന്നെ അമ്മേൻ്റെ ഫേസ്ബുക്ക് ഫോളോ ആക്കുക, അമ്മാമ്മേൻ്റെ സ്നാപ്ചാറ്റിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പം ഇനി നമ്മളെന്താ പ്ലാൻ എന്ന് വെച്ചാൽ എന്തായാലും കാണാം. ഇപ്പം ക്ലീനിങ് എല്ലാം ഒരുവിധം കംപ്ലീറ്റ്. അപ്പം കാർത്തിക് NSS അല്ലേ കാർത്തിക്? ഗൈസ് ഞാൻ ഇനിയും ഈ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചാൽ, പക്ഷേ ഇന്നൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും. ഞങ്ങൾക്ക് ഒന്ന് വണ്ടിയെല്ലാം കഴുകണം എന്നുണ്ട്, പക്ഷേ ഇന്ന് കഴിയുന്നില്ല. നല്ല ടയർഡായി. നമ്മളെ നെരിക്കുട്ടൻ ഇവിടെ ഉണ്ട്. പിന്നെ ബുള്ളറ്റിൻ്റെ സൈലൻസർ മാറ്റി, അപ്പം പറഞ്ഞ് മാറ്റാം, അതുകൊണ്ട് മാറ്റി. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാമും കാർത്തികിൻ്റെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യുക, കുട്ടൻ്റെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്തോ. പിന്നെ അത്രയൊക്കെ പറയാമല്ലോ. അപ്പം പീസ്.